നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഹിസ്റ്ററിയുടെ ഭാഗത്തു നിന്നും SCERT പാഠഭാഗത്തെ ആശയങ്ങളും ആദ്യകാല രാഷ്ട്ര രൂപീകരണവും എന്ന് പറയുന്ന ഹിസ്റ്ററിയുടെ ഭാഗത്തുള്ള ഒരു ചാപ്റ്ററാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ബേസിക്കുമാണ്, എന്നാൽ വളരെ ഇമ്പോർട്ടൻറ്റുമായിട്ടുള്ളൊരു ചാപ്റ്ററാണിത്. എന്താണ് BC 6-ാം നൂറ്റാണ്ടിൽ അത് ഭൗതിക രംഗത്ത് വന്ന മാറ്റങ്ങൾ, ആശയധാരയിലുണ്ടായ മാറ്റങ്ങൾ, ബുദ്ധമതം, ജൈനമതം, ഭൗതികവാദം, ഇരുമ്പുപകരണങ്ങളുടെ ഉപയോഗം, രാഷ്ട്ര രൂപീകരണം, ഇക്കാര്യങ്ങളെല്ലാം എന്താണ് നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോവുകയാണ് ഈ ഒരു ചാപ്റ്ററിൽ ചെയ്യുന്നത്. ഈ ഒരു ഫ്ലോ ചാർട്ട് കണ്ടാലറിയാം നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന്. നമുക്ക് ഈ ചാപ്റ്റർ എന്താണ് ഫുള്ളൊന്ന് പഠിച്ചു വന്നതിന് ശേഷം എന്താണ് ഈ ഒരു ഫ്ലോ ചാർട്ടിലേക്ക് നമുക്കൊന്നും കൂടി വരാം. ഗംഗാതടത്തിലെ ആശയവിപ്ലവം. BC 6-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ പുതിയ ആശയങ്ങൾ രൂപം കൊണ്ടത് പ്രധാനമായും ഗംഗാതടത്തിലായിരുന്നു. അപ്പോൾ എന്താണ് BC 6-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ പുതിയ ആശയങ്ങൾ രൂപം കൊണ്ടത് പ്രധാനമായിട്ടും ഗംഗാതടത്തിലായിരുന്നു. നവീന ആശയങ്ങളുടെ വളർച്ചയിൽ ഗംഗാതടത്തിലെ ഭൗതിക സാഹചര്യങ്ങൾ പ്രധാന പങ്കുവഹിച്ചു. ഈ ഭൗതിക സാഹചര്യങ്ങളെ രൂപപ്പെടുത്തിയത് എന്തൊക്കെ ഘടകങ്ങളാണെന്ന് നമുക്ക് നോക്കാം. ഇത്രയും നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് ഓരോ വരിയിലൂടെയും പോകണം ചില സമയങ്ങളിൽ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എല്ലാ ക്ലാസ്സിലും പറയുന്ന കാര്യം തന്നെ ഞാൻ ആവർത്തിക്കുകയാണ്. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിനെ നമ്മൾ എന്ത് ചെയ്യണം, മാറുന്ന പരീക്ഷാ പാറ്റേണിനനുസരിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന് നമ്മൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പോൾ BC 6-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ പുതിയ ആശയങ്ങൾ രൂപം കൊണ്ടത് പ്രധാനമായിട്ടും ഗംഗാതടത്തിലായിരുന്നു. അങ്ങനെ നവീന ആശയങ്ങളുടെ അല്ലെങ്കിൽ പുതിയ ആശയങ്ങളുടെ വളർച്ചയിൽ ഗംഗാതടത്തിലെ ഭൗതിക സാഹചര്യങ്ങൾ പ്രധാനമായിട്ടുള്ളൊരു പങ്ക് വഹിച്ചു. അതെന്തൊക്കെയാണെന്ന് നോക്കിയാൽ ഇരുമ്പുപകരണങ്ങളുടെ വ്യാപക ഉപയോഗം, കാർഷികോൽപാദന വർധനവ്, കച്ചവടം, നഗരങ്ങൾ എന്നിവയുടെ വളർച്ച. ഈ 3 കാര്യങ്ങൾ എന്താണ് ഇങ്ങനെ ഗംഗാതടത്തിലെ ഭൗതിക സാഹചര്യങ്ങളെ രൂപപ്പെടുത്തിയെടുക്കുന്നതിന് കാരണമായി. എന്തൊക്കെയാണ്? ഇരുമ്പുപകരണങ്ങളുടെ വ്യാപക ഉപയോഗം, കാർഷികോൽപാദന വർധനവ്, കച്ചവടം, നഗരങ്ങൾ എന്നിവയുടെ വളർച്ചയെല്ലാം എന്താണ് ഗംഗാതടത്തിലെ ഇത്തരത്തിലുള്ള ഒരു വളർച്ചയ്ക്ക് സഹായകമായ ഭൗതിക സാഹചര്യങ്ങളെ പരുവപ്പെടുത്തിയെടുക്കുന്നതിന് കാരണമായിട്ട് മാറി. ആദ്യകാലത്തെ ഇരുമ്പുപകരണങ്ങളുടെ ചിത്രമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. BC 6-ാം നൂറ്റാണ്ടോടെ കൃഷിയെയും കന്നുകാലികളെയും ആശ്രയിച്ചുള്ള ഒരു സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥ ഗംഗാതടത്തിൽ ഉയർന്നു വന്നു. എന്താണ് BC 6-ാം നൂറ്റാണ്ടായപ്പോൾ എന്താണ് ഗംഗാതടത്തിൽ കൃഷിയും അതുപോലെ തന്നെ കന്നുകാലികളെയും ആശ്രയിച്ചിട്ടുള്ള ഒരു സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥ എന്ത് ചെയ്തു വളർന്നു വന്നു. ഇത് യാഗങ്ങൾക്കും മൃഗബലിക്കും പ്രാമുഖ്യം നൽകിയിരുന്ന വേദകാല ആചാരവുമായി പൊരുത്തപ്പെട്ടതായിരുന്നില്ല. വേദകാലഘട്ടം നമ്മൾ പറഞ്ഞു, ഋഗ്വേദ കാലഘട്ടമുണ്ട്, അത് കഴിഞ്ഞ് യജുർവേദവും സാമവേദവും അഥർവവേദവും ഒക്കെ വന്ന പിൽക്കാല വേദകാലഘട്ടവുമുണ്ട്. ഈ പിൽക്കാല കാലഘട്ടത്തിലേക്കൊക്കെ വരുമ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ നിലനിന്നിരുന്ന യാഗങ്ങളും അതുപോലെ മൃഗബലിക്കും ഒന്നും പ്രാധാന്യം കൊടുക്കുന്നതായിരുന്നില്ല എന്ത് ഗംഗാതടത്തിൽ രൂപപ്പെട്ടു വന്ന ഈ ഒരു പുതിയ സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥ എന്ന് പറയുന്നത്. യാഗങ്ങളുടെ ഭാഗമായിട്ട് കന്നുകാലികളെ വ്യാപകമായി ബലി കൊടുക്കുന്നത് അവയെ ആശ്രയിച്ചുള്ള കൃഷിയെ പ്രതികൂലമായിട്ട് ബാധിച്ചു. വേദകാല ആചാരങ്ങൾക്കെതിരെ ചിന്തിക്കാൻ ഇത് പ്രേരണയായി. സ്വാഭാവികമായിട്ടും നമ്മൾ കാർഷിക വൃത്തിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ജനതയാണെങ്കിൽ അവർക്ക് ഒഴിച്ചുകൂടാനാകാത്ത കുറച്ച് ഘടകങ്ങളുണ്ട്. എന്താ? കാർഷിക വൃത്തിയെ ആശ്രയിക്കുന്നവർക്ക് കന്നുകാലികളെയും ജലത്തെയൊന്നും ഒഴിച്ചുകൂടാനാവാത്ത ഘടകങ്ങളാണ്. അപ്പോൾ കൃഷിയെ ആശ്രയിച്ച് കന്നുകാലി വളർത്തലിനെ ആശ്രയിച്ച് ജീവിച്ച ആ സമൂഹത്തിൽ ഓരോ യാഗങ്ങളുടെയും പൂജകളുടെയൊക്കെ പേരിൽ മൃഗബലി നടത്തുമ്പോൾ അത് ആ കൃഷിയെ തന്നെ എന്ത് ചെയ്തു ദോഷമായിട്ട് ബാധിച്ചു. മൃഗങ്ങളുടെ എണ്ണം കുറയുകയല്ലേ ചെയ്യുന്നത് ഈ മൃഗബലിയുടെയൊക്കെ കാരണം കൊണ്ട്. അപ്പം എന്താണ് അതിനോട് പൊരുത്തപ്പെടാൻ ഗംഗാതടത്തിലെ ജനങ്ങൾക്ക് സാധിക്കാതെ വന്നു. അപ്പോൾ അവരതിനെതിരെ ചിന്തിക്കാനുള്ള ഒരു പ്രേരണയായിട്ടത് മാറി. വ്യാപാര പുരോഗതിയിലൂടെ മെച്ചപ്പെട്ട ഭൗതിക സാഹചര്യം കൈവന്ന വൈശ്യർ അതിനിണങ്ങുന്ന തരത്തിലുള്ള ഉയർന്ന സാമൂഹിക സ്ഥാനം ആഗ്രഹിച്ചിരുന്നു.
വൈശ്യരെന്താണ്, വ്യാപാര പുരോഗതിയിലൂടെ അവരുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടാൻ തുടങ്ങി. അപ്പോൾ അതിനോടനുബന്ധമായിട്ട് സമൂഹത്തിൽ എന്താണ്, അവർ കുറച്ചുകൂടി ഉയർന്ന സ്ഥാനം ആഗ്രഹിക്കാനും തുടങ്ങി. ഇക്കാലത്ത് വർണ്ണവ്യവസ്ഥയ്ക്ക് പുറത്തും ചില വിഭാഗങ്ങൾ ഉയർന്നു വന്നു. വർണ്ണവ്യവസ്ഥയിൽ നമ്മൾ എന്താ പറഞ്ഞത്, 4 വർണ്ണങ്ങളാണ്, ചാതുർവർണ്ണ്യമാണ് അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു ചാതുർവർണ്ണ്യത്തിൽ എന്താണ്, ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ, ഇങ്ങനെ 4 വിഭാഗങ്ങളുണ്ടായിരുന്നുവെങ്കിൽ ഈ ഗംഗാ സമതലത്തിൽ ഈ വ്യാപകമായ പുതിയ സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥയിൽ ചാതുർവർണ്ണ്യത്തിന് പുറത്ത് വീണ്ടും എന്താണ്, പുതിയ വിഭാഗങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങി. ഇവയിൽ പ്രധാനപ്പെട്ടതായിരുന്നു ധനാഢ്യരായ ഗഹപതികൾ. എന്താണ്, ധനാഢ്യരായിട്ടുള്ള ഗഹപതികൾ എന്താണ്, അങ്ങനെ ഉയർന്നു വന്ന പുതിയ വിഭാഗമാണ്. കച്ചവടം തൊഴിലാക്കിയ ഇവർ ഭൂമി കൈവശം വെച്ചിരുന്നു. അപ്പം ഈ ഗഹപതികൾ ആരാണ് എന്ന് ചോദിച്ചാൽ അവർ കച്ചവടമാണ് അവരുടെ തൊഴിൽ. അവർ ധാരാളം ഭൂമി എന്ത് ചെയ്തു, കൈവശം വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ സാമ്പത്തികമായി ഉയർന്ന ശ്രേണിയിൽ നിന്നിരുന്ന ഇവർ മെച്ചപ്പെട്ട സാമൂഹിക സ്ഥാനം നേടി. ഈ സാമൂഹിക പശ്ചാത്തലത്തിലാണ് പുതിയ ആശയധാരകൾ ഉയർന്നു വന്നത്. ഇത്തരം ആശയധാരകളിൽ പ്രധാനപ്പെട്ടതായിരുന്നു ജൈന ബുദ്ധമത ദർശനങ്ങൾ. വൈശ്യർ, ഗഹപതികൾ തുടങ്ങിയവരുടെ പിന്തുണ ഈ ആശയങ്ങൾക്കും ലഭിച്ചിരുന്നു. നമ്മൾ പുതിയ ആശയങ്ങൾ ഉയർന്നു വന്നതിലേക്ക് എങ്ങനെയാണ് ആ ഒരു സാഹചര്യം ഉണ്ടായതെന്ന് ചോദിച്ചാൽ അതൊന്നും കൂടി ചുരുക്കി പറയുകയാണ്. വേദകാലഘട്ടത്തിലും പിൽക്കാല വേദകാലഘട്ടത്തിലേക്കൊക്കെ വരുമ്പോൾ, പിൽക്കാല വേദകാലഘട്ടമൊക്കെ ആകുമ്പോഴത്തേക്കിന് ചാതുർവർണ്ണ്യമാണ് അവിടെ നിലനിന്നിരുന്നത്. അതിനു പുറമെ എന്താണ്, പുതിയ വർണ്ണങ്ങളും രൂപപ്പെടാൻ തുടങ്ങി. പുതിയ വർണ്ണങ്ങളെന്ന് പറഞ്ഞാൽ പുതിയ വിഭാഗങ്ങൾ രൂപപ്പെടാൻ തുടങ്ങി. വർണ്ണങ്ങളെന്ന് പറഞ്ഞ് അതിൽ ഉൾപ്പെടുത്തുകയല്ല, പുതിയ വിഭാഗങ്ങൾ. ഈ 4 വർണ്ണങ്ങൾക്ക് പുറമെ പുതിയ വിഭാഗങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. ആ വിഭാഗങ്ങളിൽപ്പെട്ട ഒന്നാണ് ഗഹപതികൾ എന്ന് പറയുന്ന വിഭാഗം. ഗഹപതികൾ എന്ന് പറയുമ്പോൾ കച്ചവടമാണ് അവരുടെ തൊഴിൽ. അവർ ഭൂമിയും കൈവശം വെച്ചിരുന്നു. അവരെന്താണ്, സമൂഹത്തിൽ കുറച്ചുകൂടി സ്ഥാനങ്ങൾ അവർക്ക് ലഭിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു പുതിയ വിഭാഗമല്ലേ, ഒരു പുതിയ സാമൂഹിക സ്ഥാനം കൈകാര്യം ചെയ്യുന്ന പുതിയൊരു വിഭാഗം എന്താണ്, ഉയർന്നു വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഈ സാമൂഹിക പശ്ചാത്തലത്തിലാണ് പുതിയ പുതിയ ആശയധാരകൾ വരാൻ തുടങ്ങി. അങ്ങനെയുള്ള ആശയധാരകളിൽപ്പെട്ടതാണ് ജൈന ബുദ്ധമത ദർശനങ്ങൾ. വൈശ്യരുടെ കാര്യം നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞില്ലേ, അവരെന്താണ്, കച്ചവടം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അവർ സമൂഹത്തിൽ ഇപ്പം കിട്ടുന്നതിലും കുറച്ചുകൂടി സ്ഥാനം ആഗ്രഹിക്കാൻ തുടങ്ങി വൈശ്യർ. അങ്ങനെ വൈശ്യരും ഗഹപതികളും ഒക്കെ എന്താണ്, ഈ ജൈന ബുദ്ധമത ആശയങ്ങൾക്ക് അവരുടേതായ തരത്തിലുള്ള പിന്തുണകൾ നൽകാനും തുടങ്ങി. ഹിസ്റ്ററിയുടെ ഭാഗമായതുകൊണ്ട് കുറച്ചു പേർക്കെങ്കിലും അതൊരു ഡ്രൈ സബ്ജക്റ്റായിട്ട് തോന്നാം. പക്ഷേ എന്താണ്, നമ്മളതൊരു കഥ പോലെ കേട്ട് ഒന്ന് ഇഷ്ടപ്പെട്ട് ശ്രമിച്ചു നോക്കുക, നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇനി നമ്മൾ ജൈനമതത്തിലേക്കാണ് പോകുന്നത്. വർദ്ധമാന മഹാവീരൻ ബീഹാറിലെ വൈശാലിക്ക് സമീപമുള്ള കുന്തല ഗ്രാമത്തിലാണ് ജനിച്ചത്. ജൈനമതത്തിലേക്ക് പോവുകയാണ്. അവിടെ നമ്മൾ വർദ്ധമാന മഹാവീരൻ്റെ കാര്യമാണ് പറയുന്നത്. അദ്ദേഹം ബീഹാറിലെ വൈശാലിക്ക് സമീപമുള്ള കുന്തല ഗ്രാമത്തിലാണ് ജനിച്ചത്. എവിടെയാണ്? കുന്തല ഗ്രാമത്തിലാണ് ജനിച്ചത്. ജൈനമത വിശ്വാസപ്രകാരം 24ാമത്തെ തീർത്ഥങ്കരനാണ് വർദ്ധമാന മഹാവീരൻ. ജൈനമതത്തിൻ്റെ വിശ്വാസപ്രകാരം 24ാമത്തെ തീർത്ഥങ്കരനാണ് വർദ്ധമാന മഹാവീരൻ. അപ്പോൾ വർദ്ധമാന മഹാവീരൻ എത്രാമത്തെ തീർത്ഥങ്കരനാണ് എന്ന് ചോദിച്ചാൽ 24ാമത്തെ തീർത്ഥങ്കരനാണ് വർദ്ധമാന മഹാവീരൻ. അദ്ദേഹം ബീഹാറിലെ വൈശാലിക്ക് സമീപമുള്ള കുന്തല ഗ്രാമത്തിലാണ് ജനിച്ചത്. അതും നമുക്ക് വേണ്ടതാണ് കേട്ടോ. ബീഹാറിലെ വൈശാലിക്ക് സമീപമുള്ള കുന്തല ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. എന്താണ് ഇപ്പം 24ാമത്തെ തീർത്ഥങ്കരനാണ് വർദ്ധമാന മഹാവീരൻ എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു കാണും, എന്താണ് ഈ തീർത്ഥങ്കരൻ എന്നുള്ള ഒരു ചോദ്യം അല്ലേ. തീർത്ഥങ്കരന്മാർ എന്ന് വെച്ചാൽ സന്യാസത്തിലൂടെ ജ്ഞാനം നേടിയവരാണെന്ത്, തീർത്ഥങ്കരന്മാർ. തീർത്ഥങ്കരൻ എന്ന വാക്കിനർത്ഥം സന്യാസത്തിലൂടെ ജ്ഞാനം നേടിയവൻ എന്നാണ്. ജൈനമത വിശ്വാസപ്രകാരം 24 തീർത്ഥങ്കരന്മാരാണുള്ളത്. അതിൽ ഋഷഭദേവനാണ് 1ാമത്തെ തീർത്ഥങ്കരൻ. 23ാമത്തെ തീർത്ഥങ്കരനാണ് പാർശ്വനാഥൻ. വർദ്ധമാന മഹാവീരനാണ് 24ാമത്തെ, അതായത് അവസാന തീർത്ഥങ്കരൻ ആരാണ്? വർദ്ധമാന മഹാവീരനാണ്. പാർശ്വനാഥൻ്റെ ആശയങ്ങളോട് തൻ്റെ തത്വങ്ങൾ കൂട്ടിച്ചേർത്താണ് മഹാവീരൻ ജൈനമത ആശയങ്ങൾ പ്രചരിപ്പിച്ചത്.
ഇത് മധുരയിൽ നിന്ന് ലഭിച്ച ഒരു തീർത്ഥങ്കരൻ്റെ പ്രതിമയാണ്. അതൊന്നും നമുക്ക് പ്രതിമയൊന്നും കാണിച്ചിട്ട് ഇത് എന്താണെന്നൊന്നും ചോദിക്കുന്ന തരത്തിലേക്ക് ഇതുവരെ വന്നിട്ടില്ല. അത് വെറുതെ ഒന്ന് സൂചിപ്പിക്കുന്നു എന്ന് മാത്രം, നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു എന്ന് മാത്രം. തീർത്ഥങ്കരന്മാരെന്ന് വെച്ചാൽ സന്യാസത്തിലൂടെ ജ്ഞാനം നേടിയവരെന്നാണ് അതിനർത്ഥം. ആദ്യത്തെ തീർത്ഥങ്കരൻ എന്ന് പറയുന്നത് ആരാണ്? ഋഷഭദേവനാണ് ഒന്നാമത്തെ തീർത്ഥങ്കരൻ. അവസാന തീർത്ഥങ്കരനാണ് വർദ്ധമാന മഹാവീരൻ. 23ാമത്തെ തീർത്ഥങ്കരനാണ് പാർശ്വനാഥൻ. ഈ പാർശ്വനാഥൻ്റെ ആശയങ്ങളോട്, അതായത് 23ാമത്തെ തീർത്ഥങ്കരനായ പാർശ്വനാഥൻ്റെ ആശയങ്ങളോട് കടപ്പെട്ടുകൊണ്ട് അതിനെ കൂടി കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് എന്ത് മഹാവീരൻ ജൈനമത ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. വർദ്ധമാന മഹാവീരനെ നോക്കിയാൽ വൈശാലിയിലാണ് ജനനം. മഹാവീരനെന്നും ജിനൻ എന്നും അറിയപ്പെട്ടു. പാവ എന്ന സ്ഥലത്ത് വെച്ച് നിർവ്വാണം പ്രാപിച്ചു. അത് പാട്നയ്ക്ക് സമീപമുള്ള സ്ഥലമാണ് പാവ. അവിടെ വെച്ച് എന്താണ് നിർവ്വാണം പ്രാപിച്ചു. അപ്പോൾ വർദ്ധമാന മഹാവീരനെ പറ്റിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. അദ്ദേഹം 24ാമത്തെ തീർത്ഥങ്കരനാണെന്നുള്ളതാണ് ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇനി നമുക്ക് ജൈനമത ആശയങ്ങളിലേക്ക് പോകാം. ലോകത്തിലെ എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട് എന്നാണ് ജൈനമതം പറയുന്നത്. ലോകത്തിലെ എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട് എന്നാണ് ജൈനമതം പറയുന്നത്. ജീവനുള്ള ഒന്നിനെയും ഉപദ്രവിക്കരുത്. അപ്പോൾ എന്താ, ലോകത്തെ എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട്. ജീവനുള്ള ഒരു വസ്തുവിനെയും ഉപദ്രവിക്കാനും പാടില്ല. ജന്മവും പുനർജന്മവും നിശ്ചയിക്കപ്പെടുന്നത് കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ് ജൈനമതം പറയുന്നത്. അപ്പം ലോകത്തിലെ എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട്. ജീവനുള്ള ഒരു വസ്തുക്കളെയും എന്താണ് നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ജന്മം, പുനർജന്മം ഇവ നിശ്ചയിക്കപ്പെടുന്നത് എങ്ങനെയാണ്? കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ് ജൈനമതം പറയുന്നത്. ഇതാണ് ജൈനമതത്തിൻ്റെ പ്രധാനപ്പെട്ട ആശയം. വേദങ്ങളുടെ ആധികാരികതയെ തള്ളിപ്പറഞ്ഞ മഹാവീരൻ മോക്ഷപ്രാപ്തിക്കായിട്ട് 3 തത്വങ്ങളാണ് മുന്നോട്ട് വച്ചത്. എന്താണ്? വേദങ്ങളുടെ ആധികാരികതയൊക്കെ തള്ളിപ്പറഞ്ഞ മഹാവീരൻ മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ട് 3 ആശയങ്ങളാണ് മുന്നോട്ട് വെച്ചത്. 1 ശരിയായ വിശ്വാസം, 2 ശരിയായ അറിവ്, 3 ശരിയായ പ്രവൃത്തി. എന്തൊക്കെയാണ്? ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി. ഇവ 3ഉമാണ് എന്ത് മോക്ഷപ്രാപ്തിക്ക് വേണ്ട കാര്യങ്ങളെന്നാണ് മഹാവീരൻ പറയുന്നത്. അദ്ദേഹം വേദങ്ങളെയൊക്കെ കളയുകയാണ് ചെയ്തത്, വേദത്തിൻ്റെ ആധികാരികതയൊക്കെ. ഈ 3 ആശയങ്ങളെ ത്രിരത്നങ്ങൾ എന്നറിയപ്പെടുന്നു. എന്താണ്? ഈ 3 ആശയങ്ങളെ ത്രിരത്നങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. പ്രാകൃത് ഭാഷയിലാണ് മഹാവീരൻ തൻ്റെ ആശയങ്ങൾ ജനങ്ങളുമായി പങ്കുവച്ചത്. അപ്പോൾ വർദ്ധമാന മഹാവീരൻ തൻ്റെ ആശയങ്ങൾ ജനങ്ങളുമായിട്ട് പങ്കുവച്ച ഭാഷ ഏതാണ്? പ്രാകൃത് ഭാഷയാണ്. ത്രിരത്നങ്ങൾ എന്നറിയപ്പെടുന്നത് എന്താണ്? അദ്ദേഹത്തിൻ്റെ 3 ആശയങ്ങളായിട്ടുള്ള ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി. ഇവ 3ഉമാണെന്ത് ത്രിരത്നങ്ങൾ എന്നറിയപ്പെടുന്ന മഹാവീരൻ്റെ ആശയങ്ങൾ. ജൈനമതപ്രകാരം സന്യാസിമാരും സന്യാസിനികളും 5 വ്രതങ്ങൾ അനുഷ്ഠിക്കണമായിരുന്നു. ആ 5 വ്രതങ്ങൾ എന്തൊക്കെയാ? ജൈനമതം പറയുന്നത് ജൈനമതപ്രകാരം സന്യാസിമാരും സന്യാസിനികളും 5 വ്രതങ്ങൾ അനുഷ്ഠിക്കണം എന്നാ. 1 എന്താണ്? ഒന്നിനെയും കൊല്ലരുത്. 2 മോഷ്ടിക്കരുത്, കള്ളം പറയരുത്, ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക, സ്വത്ത് കൈവശം വെക്കാതിരിക്കുക. എന്തൊക്കെയാണ്? 5 ആശയങ്ങളാണ് ജൈനമതം മുന്നോട്ട് വെച്ചത്. ആ 5 ആശയങ്ങളെന്ന് വെച്ചാൽ എന്താണ്? 5 വ്രതങ്ങളാണ് ഒരു സന്യാസിയും സന്യാസിനിയും അനുഷ്ഠിക്കേണ്ടത്. ആ 5 വ്രതങ്ങളിൽ ഒന്നാമത്തത് ഒന്നിനെയും കൊല്ലരുത്. രണ്ടാമത്തത് എന്താണ്? മോഷ്ടിക്കരുത്. 3 കള്ളം പറയരുത്. 4 ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക. 5 എന്താണ്? സ്വത്ത് കൈവശം വെക്കാതിരിക്കുക എന്നിവയായിരുന്നു ഈ 5 ആശയങ്ങൾ. പിൽക്കാലത്ത് ജൈനമതത്തിൽ എന്താണ്? ശ്വേതാംബരന്മാർ, ദിഗംബരന്മാർ എന്നീ 2 വിഭാഗങ്ങൾ രൂപപ്പെട്ടു. എങ്ങനെയാണ്? പിൽക്കാലത്ത് ജൈനമതത്തിൽ ശ്വേതാംബരന്മാർ, ദിഗംബരന്മാർ എന്നീ 2 വിഭാഗങ്ങൾ രൂപപ്പെട്ടു. ജൈനമതം ഊന്നൽ നൽകിയ അഹിംസ എന്ന തത്വം ഇന്ത്യൻ തത്വചിന്തയെ സ്വാധീനിച്ചിട്ടുണ്ട്. ശരിയാണ്, ജൈനമതത്തിൽ പറയുന്ന ഒരു പ്രധാന ആശയമാണ് അഹിംസ.
ജൈനമതം എന്താ പറയുന്നത്? എല്ലാ വസ്തുക്കളിലും, ഈ ഭൂമിയിലുള്ള ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളിലും ജീവനുണ്ട്. അപ്പോൾ ജീവനുള്ള വസ്തുക്കളെ നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല എന്നാണ് ജൈനമതം പറയുന്നത്. അതുപോലെ ജന്മവും പുനർജന്മവും ഒക്കെ നിർണ്ണയിക്കുന്നത് കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നും ജൈനമതം പറയുന്നുണ്ട്. ജൈനമതത്തിൽ എന്താണ്? മോക്ഷപ്രാപ്തി ലഭിക്കണമെങ്കിൽ 3 തത്വങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട് മഹാവീരൻ. ആ 3 തത്വങ്ങളെ അനുസരിക്കണം എന്നാണ് മഹാവീരൻ പറയുന്നത്. അതെന്തൊക്കെയാണ്? ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി. ഈ 3 തത്വങ്ങളാണെന്ത്? ത്രിരത്നങ്ങൾ എന്നറിയപ്പെടുന്നത്. പ്രാകൃത ഭാഷയിലാണ് മഹാവീരൻ എന്താണ് തൻ്റെ ആശയങ്ങൾ ജനങ്ങളുമായിട്ട് പങ്കുവച്ചത്. അതുപോലെ ജൈനമതപ്രകാരം ഓരോ സന്യാസിയും സന്യാസിനിയും അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള 5 വ്രതങ്ങളാണുള്ളത്. ആ 5 വ്രതങ്ങളിൽ ഒന്നിനെയും കൊല്ലരുത്, മോഷ്ടിക്കരുത്, കള്ളം പറയരുത്, ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക, സ്വത്ത് കൈവശം വയ്ക്കാതിരിക്കുക എന്നിവയായിരുന്നു ഈ 5 വ്രതങ്ങളെന്ന് പറയുന്നത്. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ചോദിക്കാൻ പറ്റിയൊരു സാധനമാണല്ലേ. ആ 5 വ്രതങ്ങളിൽ പെടാത്തതേത് അല്ലെങ്കിൽ പെടുന്നതേത് എന്നൊക്കെ നമ്മളോട് ചോദിക്കാം. അതുപോലെ തന്നെ പിൽക്കാലത്ത് ഈ ജൈനമതം എന്താണ്? ശ്വേതാംബരന്മാർ, ദിഗംബരന്മാർ എന്നീ 2 വിഭാഗങ്ങളായിട്ട് രൂപപ്പെട്ടു. ജൈനമതം ഏറ്റവും ഊന്നൽ കൊടുത്ത ആശയം അഹിംസയാണ്. അത് നമുക്കിവിടുന്ന് തന്നെ കാണാൻ പറ്റും. ഒന്നിനെയും കൊല്ലരുത്, ഒന്നിനെയും ഉപദ്രവിക്കരുത് എന്ന് പറയുന്ന അഹിംസ എന്ന് പറയുന്ന, ഒന്നിനെയും ഹിംസിക്കാതിരിക്കുക എന്നുള്ള ആശയമാണ് ജൈനമതം പ്രധാനമായിട്ട് ഊന്നൽ കൊടുത്തത്. ഇവിടെ കാണുന്ന ഈ ചിത്രത്തിൽ വയനാട്ടിലെ ജൈനമത ക്ഷേത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ പ്രചരിച്ച ജൈനമതം കേരളത്തിലും പ്രചാരത്തിലുണ്ടായിരുന്നു. വയനാട് കേരളത്തിലെ പ്രധാനപ്പെട്ട ജൈനമത കേന്ദ്രമായിരുന്നു. ജൈനമതത്തിൻ്റെ ശേഷിപ്പുകളായ ക്ഷേത്രങ്ങൾ എന്താണ്? ഇപ്പോഴും വയനാട്ടിൽ നിലനിൽക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ഈ ഭാഗത്ത്. ഇനി ജൈനമതം കഴിഞ്ഞ് നമുക്ക് ബുദ്ധമതത്തിലേക്ക് പോകുമ്പോൾ ഗൗതമ ബുദ്ധൻ്റെ കഥ അതെല്ലാവർക്കും അറിയാവുന്നതാണ്. ആ കഥയൊന്നും നമ്മൾ എടുത്തു പറയാൻ നിൽക്കുന്നില്ല. നമുക്ക് വേണ്ടത് പോയിന്റുകളാണ്. അതുകൊണ്ട് നമ്മൾ ആ പോയിന്റുകളിലേക്ക് പോവുകയാണെങ്കിൽ ബുദ്ധൻ്റെ ഉപദേശങ്ങളും തത്വങ്ങളും വളരെ ലളിതവും പ്രായോഗികവുമായിരുന്നു. വേദങ്ങളെയും യാഗങ്ങളെയും ജാതി വ്യവസ്ഥയെയും അദ്ദേഹം നിരാകരിച്ചു. ഗൗതമ ബുദ്ധൻ നിരാകരിച്ച ആശയങ്ങൾ ഏതൊക്കെയാണ്? അല്ലെങ്കിൽ വേദങ്ങളെ നിരാകരിച്ചിട്ടുണ്ട്, യാഗങ്ങളെയും ജാതി വ്യവസ്ഥയെയും എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹം നിരാകരിച്ചു. ഗംഗാതടത്തിലെ പുതിയ സാഹചര്യങ്ങൾക്കിണങ്ങുന്നതായിരുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ച അഹിംസ എന്ന ആശയം. ഇവിടെ ജൈനമതത്തിലും അഹിംസ എന്ന ആശയമുണ്ട്. ഇവിടെ ഗൗതമ ബുദ്ധനിലേക്ക് വരികയാണെങ്കിൽ ബുദ്ധനിലും എന്താണ്? അഹിംസ എന്ന ആശയമുണ്ട്. കാർഷിക വൃത്തിയിൽ കൃഷിക്കായി നിലമൊരുക്കാനും കച്ചവട വസ്തുക്കൾ കൊണ്ടുപോകാനും കന്നുകാലികൾ ആവശ്യമായിരുന്നു. എന്നാൽ യാഗങ്ങളിൽ കന്നുകാലികളെ വ്യാപകമായി ബലി നൽകിയത് കൃഷിയെയും ചരക്കു നീക്കത്തെയും പ്രതികൂലമായിട്ട് ബാധിച്ചു. യാഗങ്ങൾക്കെതിരായ അദ്ദേഹത്തിൻ്റെ നിലപാട് കാർഷിക വൃത്തിയിലേർപ്പെട്ടവരെ എന്ത് ചെയ്തു? ആകർഷിച്ചു. സാധാരണക്കാരൻ്റെ ഭാഷയായിരുന്ന പാലിയിലാണ് ബുദ്ധൻ തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. മഹാവീരൻ പ്രാകൃത ഭാഷയിലാണ് തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചതെങ്കിൽ ഗൗതമ ബുദ്ധൻ തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത് സാധാരണക്കാരൻ്റെ ഭാഷയായിട്ടുള്ള പാലി ഭാഷയിലാണ്. ബുദ്ധൻ പറയുന്നത് എന്താണ്? ബുദ്ധൻ്റെ ആശയങ്ങൾ ഗംഗാതടത്തിലെ നിവാസികൾക്ക് ഏറ്റവും അനുയോജ്യമായിരുന്നത് കൊണ്ട് തന്നെ ജനങ്ങൾ പെട്ടെന്ന് ആ ആശയത്തോട് ആകൃഷ്ടരാകാൻ തുടങ്ങി. കന്നുകാലികളെ ബലി നൽകുന്ന സമ്പ്രദായത്തോടും അല്ലെങ്കിൽ യാഗങ്ങളോടും ജാതി വ്യവസ്ഥയോടും വേദങ്ങളോടും ഒക്കെ എന്താണ് ബുദ്ധൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. ബുദ്ധൻ്റെ ജീവിതത്തിലെ എന്താണ് പ്രധാനപ്പെട്ട സംഭവം, എങ്ങനെയാണ് ബുദ്ധൻ ബുദ്ധമതത്തിലേക്ക് വന്നതെന്നൊക്കെ ഉള്ള കഥകൾ എന്താണ്? അദ്ദേഹത്തിന് അഹിംസ എന്ന കാര്യത്തോടും അദ്ദേഹത്തിനോട് ജീവിതത്തിനോട് അദ്ദേഹം നടത്തിയ കാഴ്ചപ്പാടിൻ്റെയൊക്കെ വ്യക്തമാക്കുന്നതാണ്. അതൊക്കെ നമ്മൾ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ പഠിച്ചിട്ടുള്ള കഥകളാണ്. അതിൽ വലിയ പ്രസക്തമായി നമുക്കൊന്നും പോയിൻ്റ് ഔട്ട് ചെയ്യാനില്ല. പക്ഷേ ഈ കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം വേദങ്ങളെയും യാഗങ്ങളെയും ജാതി വ്യവസ്ഥയെയും നിരാകരിച്ചു എന്നുള്ളത് ഒരു വലിയ പോയിൻ്റാണ്. അതുപോലെ തന്നെ അഹിംസ എന്ന ആശയത്തിന് അദ്ദേഹവും ഊന്നൽ നൽകിയിട്ടുണ്ടായിരുന്നു. മൂന്നാമതായിട്ട് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പാലി ഭാഷയിലാണ് അദ്ദേഹം പ്രചരിപ്പിച്ചത്. സാധാരണക്കാരൻ്റെ ഭാഷയായ
പാലിയിലാണ് തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. ഈ 3 കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മളിവിടെ ഗൗതമ ബുദ്ധനെ പറ്റി നോക്കുകയാണെങ്കിൽ സിദ്ധാർത്ഥൻ എന്നാണ് യഥാർത്ഥ പേര്. നേപ്പാളിലെ കപിലവസ്തുവിലുള്ള ലുംബിനിയയിൽ ജനിച്ചു. ബീഹാറിലെ ബുദ്ധഗയയിൽ വെച്ച് ബോധോദയം നേടി. സാരാനാഥിൽ വെച്ച് ആദ്യ പ്രഭാഷണം നടത്തി. കുഷിനാരയിൽ, അത് കുശിനഗരം എന്ന് വെച്ച്, അവിടെ വെച്ചാണ് നിർവ്വാണം പ്രാപിച്ചത്. അപ്പോൾ ഗൗതമ ബുദ്ധനെ പറ്റിയിട്ട് അദ്ദേഹത്തിൻ്റെ ആ മുഴുവൻ കഥയിൽ നിന്നും നമുക്ക് സോർട്ട് ചെയ്തെടുക്കാവുന്ന മെയിൻ പോയിന്റ് ഇത്രയാണ്. സിദ്ധാർത്ഥൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് എന്നുള്ളത്. രണ്ടാമത് നേപ്പാളിലെ കപിലവസ്തുവിലുള്ള ലുംബിനിയയിലാണ് അദ്ദേഹം ജനിച്ചത് എന്നുള്ളത്. പിന്നെ ബീഹാറിലെ ബുദ്ധഗയയിൽ വെച്ചാണ് അദ്ദേഹത്തിന് ബോധോദയം ലഭിച്ചതെന്നുള്ളതും സാരാനാഥിൽ വെച്ച് ആദ്യ പ്രഭാഷണം നടത്തി എന്നുള്ളതും കുശിനഗരത്തിൽ വെച്ചാണ് നിർവ്വാണം പ്രാപിച്ചത് എന്നുള്ളതും പ്രധാനപ്പെട്ട എന്താണ് അദ്ദേഹത്തിനെ പറ്റിയുള്ള നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇതാണ്. ഇതിനേക്കാൾ ഉപരി അദ്ദേഹത്തിൻ്റെ തത്വങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നത് ജീവിതം ദുഃഖമയമാണ്, ആശയാണ് ദുഃഖത്തിന് കാരണം, അതായത് ആഗ്രഹങ്ങളാണ് ദുഃഖത്തിൻ്റെ കാരണം. ആശയെ നശിപ്പിച്ചാൽ ദുഃഖം ഇല്ലാതെയാക്കും. അതിനായിട്ട് അദ്ദേഹം എന്താണ് അഷ്ടാംഗമാർഗം അനുഷ്ഠിക്കണം എന്നാണ് പറയുന്നത്. എന്താണ് ബുദ്ധൻ്റെ തത്വങ്ങൾ? ജീവിതം ദുഃഖമയമാണ്, ആശയാണ് ദുഃഖത്തിൻ്റെ കാരണം, ആഗ്രഹമാണ് ദുഃഖത്തിൻ്റെ കാരണം. ആശയെ നശിപ്പിച്ചാൽ എന്താണ് ദുഃഖം ഇല്ലാതെയാക്കാൻ പറ്റും. ഇതിനായിട്ട് എന്താ വേണ്ടേ? അഷ്ടാംഗമാർഗം അനുഷ്ഠിക്കണം എന്നാണ് ശ്രീബുദ്ധൻ പറയുന്നത്. ആ അഷ്ടാംഗമാർഗം എന്താണെന്ന് വെച്ചാൽ ശരിയായ വീക്ഷണം, ശരിയായ ചിന്ത, ശരിയായ വാക്ക്, ശരിയായ പ്രവൃത്തി, ശരിയായ ജീവിതം, ശരിയായ പരിശ്രമം, ശരിയായ സ്മരണ, ശരിയായ ധ്യാനം. അഷ്ടാംഗമാർഗങ്ങൾ എന്തൊക്കെയാണ്? ശരിയായ വീക്ഷണം, ശരിയായ ചിന്ത, ശരിയായ വാക്ക്, ശരിയായ പ്രവൃത്തി, ശരിയായ ജീവിതം, ശരിയായ പരിശ്രമം, ശരിയായ സ്മരണ, ശരിയായ ധ്യാനം. ഇതിനെ അഷ്ടാംഗമാർഗമെന്നും മധ്യമാർഗമെന്നും അറിയപ്പെട്ടു. അഷ്ടാംഗമാർഗത്തിന് എന്താണ്? മധ്യമാർഗമെന്നും അറിയപ്പെട്ടു. അപ്പം ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് പറഞ്ഞാൽ ശ്രീബുദ്ധൻ്റെ പ്രധാനപ്പെട്ട തത്വങ്ങളാണ് ജീവിതം ദുഃഖമയമാണെന്നും ആശയാണ് ദുഃഖത്തിൻ്റെ കാരണമെന്നും ആശയെ നശിപ്പിച്ചാൽ ദുഃഖമില്ലാതെയാകുമെന്നുള്ളതും. ഈ ആശയെ നശിപ്പിച്ച് ദുഃഖമില്ലാതെയാകാനായിട്ട് അഷ്ടാംഗം അനുഷ്ഠിക്കണം, അഷ്ടാംഗമാർഗം സ്വീകരിക്കണം എന്നാണ് ബുദ്ധൻ പറയുന്നത്. ആ അഷ്ടാംഗമാർഗത്തെ നമ്മൾ മധ്യമാർഗമെന്നും അറിയപ്പെടുന്നുണ്ട്. അഷ്ടാംഗമാർഗം ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ശരിയായ വീക്ഷണം, ശരിയായ ചിന്ത, ശരിയായ വാക്ക്, ശരിയായ പ്രവൃത്തി, ശരിയായ ജീവിതം, ശരിയായ പരിശ്രമം, ശരിയായ സ്മരണ, ശരിയായ ധ്യാനം, ഇവയാണ് അഷ്ടാംഗമാർഗങ്ങൾ. മധ്യമാർഗം എന്നും അറിയപ്പെടുന്നു എന്ന് പറഞ്ഞില്ലേ? മധ്യമാർഗം ഒരു വ്യക്തി കഠിനമായ സന്യാസം സ്വീകരിക്കുന്നതിനെ ബുദ്ധൻ എന്ത് ചെയ്യുന്നുണ്ട്? വിലക്കുന്നുണ്ട്. അതുപോലെ ആർഭാട ജീവിതം നയിക്കുന്നതിനെയും ബുദ്ധൻ എന്ത് ചെയ്യുന്നുണ്ട്? നിരാകരിക്കുന്നുണ്ട്. അപ്പം ബുദ്ധൻ്റെ ആശയങ്ങൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നാം ആർഭാടമായ ജീവിതം, അതല്ലേ രാജകൊട്ടാരവും സൗഭാഗ്യങ്ങളും ഒക്കെ അദ്ദേഹം ഉപേക്ഷിച്ചത്. അപ്പോൾ ആർഭാട ജീവിതത്തെ അദ്ദേഹം എതിർക്കുന്നുണ്ട്. അതേസമയം കഠിനമായൊരു സന്യാസ മാർഗങ്ങളില്ലേ, അതിനെയും അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല? പ്രോത്സാഹിപ്പിക്കുന്നില്ല. രണ്ടിനുമിടയിലുള്ള മധ്യമാർഗത്തെയാണ് ബുദ്ധൻ സ്വീകരിച്ചത്. അപ്പം കഠിനമായ സന്യാസവും വേണ്ട, ആർഭാട ജീവിതവും വേണ്ട, ഇതിന് നടുക്കുള്ളൊരു മധ്യമാർഗത്തെയാണ് അദ്ദേഹം സ്വീകരിച്ചത്. അതാണ് നമ്മൾ അഷ്ടാംഗമാർഗം, മധ്യമാർഗമെന്നും അറിയപ്പെടുന്നത്. ഇനി സ്തൂപങ്ങൾ എന്താണ് നോക്കാം. ബുദ്ധൻ്റെ ഭൗതിക അവശിഷ്ടങ്ങളോ ബുദ്ധൻ ഉപയോഗിച്ച വസ്തുക്കളോ അടക്കം ചെയ്ത സ്ഥലങ്ങളിൽ നിർമ്മിക്കുന്ന കെട്ടിടങ്ങളാണ് സ്തൂപങ്ങൾ. അർദ്ധവൃത്താകൃതിയിലാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. കൊത്തുപണികളാൽ സമ്പന്നമായ സ്തൂപങ്ങൾ സാഞ്ചി, സാരാനാഥ് എന്നിവിടങ്ങളിലും അവിടുത്തെ 2 സ്തൂപങ്ങൾ പ്രസിദ്ധമല്ലേ? സാഞ്ചിയിലെയും സാരാനാഥിലെയും സ്തൂപങ്ങൾ പ്രസിദ്ധമാണ്. ബുദ്ധമത പ്രചാരണത്തിനായിട്ട് സന്യാസിമാരുടെ സംഘങ്ങൾ രൂപീകരിച്ചിരുന്നു. ജാതി ലിംഗ പരിഗണനകളൊന്നും കൂടാതെ എല്ലാവരെയും സംഘത്തിൽ ഉൾപ്പെടുത്തി. സംഘത്തിലെ സ്ത്രീകൾ ഭിക്ഷുണികളെന്നും പുരുഷന്മാർ ഭിക്ഷുക്കളെന്നുമാണ് അറിയപ്പെട്ടത്. അപ്പം ബുദ്ധമത പ്രചാരത്തിനായിട്ട് സന്യാസിമാർ ചേർന്ന് സംഘങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. അവിടെ ജാതിയോ മതമോ ലിംഗമോ ഒന്നും ഒരു മാനദണ്ഡമല്ല ആ സംഘത്തിൽ അംഗങ്ങളാകുന്നതിന്. ആ സംഘത്തിൽ അംഗങ്ങളായിട്ടുള്ള സ്ത്രീകൾ ഭിക്ഷുണികളെന്നും പുരുഷന്മാരെന്താണ്?
ഭിക്ഷുക്കൾ എന്നുമാണ് അറിയപ്പെട്ടത്. പിൽക്കാലത്ത് ഈ ബുദ്ധമതം എന്താണ്? മഹായാനം, ഹീനയാനം എന്നിങ്ങനെ രണ്ടായിട്ട് പിരിഞ്ഞു. മഹായാനക്കാർ ബുദ്ധനെ ദൈവമായിട്ട് ആരാധിച്ചു. ബുദ്ധമതം ഇന്ത്യയുടെ സംസ്കാരത്തിന് ഒരുപാട് സംഭാവനകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് മധ്യപ്രദേശിലെ സാഞ്ചി സ്തൂപമാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. അപ്പോൾ എന്താണ്, പിൽക്കാലത്ത് ബുദ്ധമതം എങ്ങനെയാണ് മഹായാനമെന്നും ഹീനയാനമെന്നും രണ്ടായിട്ട് പിരിയുകയുണ്ടായി. അതിലും മഹായാനക്കാർ ബുദ്ധനെ ദൈവമായിട്ടാണ് ആരാധിച്ചത്. പ്രാചീന ലോകം ഇന്ത്യയെ തിരിച്ചറിഞ്ഞത് ബുദ്ധമതത്തിലൂടെയാണ്. ചൈന, ജപ്പാൻ, ബർമ, ടിബറ്റ്, അഫ്ഗാനിസ്ഥാൻ, തെക്കുകിഴക്കൻ ഏഷ്യ, ശ്രീലങ്ക തുടങ്ങിയ പ്രദേശങ്ങളിൽ എന്താണ്, ബുദ്ധമതം പ്രചരിച്ചു. കേരളവും ബുദ്ധമതവും നോക്കുകയാണെങ്കിൽ അതിനു മുമ്പ് ഇത് ഉത്തർപ്രദേശിലെ സാരാനാഥ് സ്തൂപമാണ് ഈ ചിത്രത്തിലുള്ളത്. ഇത് മധ്യപ്രദേശിലെ സാഞ്ചി സ്തൂപവും. അപ്പോൾ സാഞ്ചി സ്തൂപം എവിടെയാണ്? മധ്യപ്രദേശിലാണ്. സാരാനാഥ് സ്തൂപം ഉത്തർപ്രദേശിലും. കേരളവും ബുദ്ധമതവും നോക്കുകയാണെങ്കിൽ ബുദ്ധവിശ്വാസങ്ങൾ കേരളത്തിലും പ്രചാരത്തിലുണ്ടായിരുന്നു. പുരാതന തമിഴ് കൃതിയായിട്ടുള്ള മണിമേഖലയിലെ നായികയായ മണിമേഖല ബുദ്ധമതം സ്വീകരിക്കുന്നതായിട്ടാണ് പറയുന്നത്. കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ബുദ്ധപ്രതിമകളും അതിൻ്റെ ശേഷിപ്പുകളും ലഭിച്ചിട്ടുണ്ട്. മലയാളത്തിലെ ചില വാക്കുകളും സ്ഥലനാമങ്ങളും ബുദ്ധമത സ്വാധീനത്തെ സൂചിപ്പിക്കുന്നവയാണ്. ഇനി എന്താണ് ഭൗതികവാദം എന്ന് നമുക്ക് നോക്കാം. വ്യത്യസ്ത ആശയധാരകൾ ഉയർന്നു വന്നതാണ് പ്രാചീന കാലം മുതലുള്ള ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ പ്രധാന പ്രത്യേകത. BC 6-ാം നൂറ്റാണ്ടിൽ നിരവധി ആശയധാരകൾ രൂപപ്പെട്ടു. അവയിലൊന്നായിരുന്നു ഭൗതികവാദം. ബുദ്ധൻ്റെ സമകാലികനായിരുന്ന അജിതകേശ കമ്പളിനായിരുന്നു ഈ ഭൗതികവാദം എന്ന് പറയുന്ന ചിന്താധാരയുടെ വക്താവ്. അദ്ദേഹം പറയുന്നത് എല്ലാ മതാനുഷ്ഠാനങ്ങളും അർത്ഥശൂന്യമാണെന്നും ഇഹലോകം പരലോകം ഇങ്ങനെയൊന്നും ഇല്ല എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഭൗതികവാദികൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ മനുഷ്യൻ 4 ഘടകങ്ങളാൽ നിർമ്മിതമാണ്. അവർ മരിക്കുമ്പോൾ അതിലെ ഖരാംശം ഭൂമിയിൽ ലയിക്കും. ദ്രവാംശം എന്താണ്? വെള്ളത്തിലും, ചൂട് തീയിലും, ശ്വാസം വായുവിലും, ഇന്ദ്രിയങ്ങൾ ശൂന്യാന്തരീക്ഷത്തിലും ലയിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഭൗതികവാദം പറയുന്നത്? എന്താണ്, എല്ലാ മതങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ അർത്ഥശൂന്യമാണ്. ഇഹലോകമെന്നോ പരലോകമെന്നോ ഒന്നുമില്ല. ഭൗതികവാദികൾ പറയുന്നത് മനുഷ്യൻ 4 ഘടകങ്ങളായിട്ട് നിർമ്മിതമാണ്. അതിൽ അവൻ മരിക്കുമ്പം അതിലെ ഖരാംശം ഭൂമിയിൽ ലയിക്കും. ദ്രാവകാംശം എന്താണ്? ദ്രവാംശം വെള്ളത്തിലും, ചൂടാണെങ്കിൽ തീയിലും ലയിക്കും. ശ്വാസം വായുവിലും, ഇന്ദ്രിയങ്ങൾ എന്താണ്? ശൂന്യാന്തരീക്ഷത്തിലും ലയിക്കുന്നു എന്നാണ് ഭൗതികവാദം പറയുന്നത്. ഇനി നമ്മൾ മഹാജനപദങ്ങൾ അഥവാ ആദ്യകാല രാഷ്ട്രങ്ങൾ, രാഷ്ട്ര രൂപീകരണമൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് എന്താണ് ജനപദങ്ങൾ എന്ന് നോക്കാം. ജനപദം എന്നാൽ ജനം അധിവസിച്ച സ്ഥലം എന്നാണ് അർത്ഥം. എന്താണ് ജനപദം എന്നാൽ? ജനം അധിവസിച്ച സ്ഥലം എന്നാണ് അർത്ഥം. തീ ഉപയോഗിച്ച് കാടുകൾ കത്തിച്ച് കൃഷിയിടങ്ങളും താമസ മേഖലകളും രൂപപ്പെടുത്തി അവിടെ ജനങ്ങൾ സ്ഥിരമായിട്ട് താമസിച്ചു. ഇങ്ങനെയാണ് ജനപദങ്ങൾ നിലവിൽ വരുന്നത്. പിൽക്കാല വേദങ്ങളിൽ വിവിധ ജനപദങ്ങളെ പറ്റിയിട്ട് പരാമർശിക്കുന്നുണ്ട്. യജുർവേദത്തിലും സാമവേദത്തിലും അഥർവവേദത്തിലും. ഇവ 3ആണല്ലോ പിൽക്കാല വേദങ്ങളെന്ന് പറയുന്നത്. ഈ പിൽക്കാല വേദങ്ങളിലൊക്കെ ഇങ്ങനെ ജനപദങ്ങളെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അപ്പം കാടൊക്കെ വെട്ടിത്തെളിച്ച് കൃഷിയിടങ്ങളൊക്കെ ആക്കി താമസ മേഖലകളാക്കി മാറ്റി ജനങ്ങൾ കൂട്ടത്തോടെ അങ്ങനെ താമസിക്കാൻ പരുവപ്പെടുത്തിയെടുത്ത് അവർ താമസിച്ച സ്ഥലങ്ങളാണെന്ത് ജനപദങ്ങളെന്ന് പറയുന്നത്. BC 6-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലുണ്ടായിരുന്ന നിരവധി രാഷ്ട്രങ്ങളിലൊന്നായിരുന്നു വജ്ജി എന്ന് പറയുന്നത്. വജ്ജി രാഷ്ട്രത്തിൻ്റെ രൂപീകരണമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വേദകാലഘട്ടത്തിൽ ഗോത്ര സമൂഹ വ്യവസ്ഥയാണ് നിലനിന്നിരുന്നത്. അവ ജന എന്നാണ് അറിയപ്പെട്ടത്. അപ്പോൾ വേദകാലഘട്ടത്തിൽ ഗോത്ര സമൂഹ വ്യവസ്ഥയാണ് നിലനിന്നിരുന്നത്. അവയെ ജന എന്നാണ് അറിയപ്പെട്ടത്. കൃഷി വ്യാപകമായതോടെ ഈ ഗോത്ര സമൂഹങ്ങൾ ഒരിടത്ത് സ്ഥിരമായിട്ട് താമസിക്കാൻ തുടങ്ങി. അവയാണെന്ത് ജനപദങ്ങളെന്ന് അറിയപ്പെടുന്നത്. ജനപദങ്ങളിലെ കാർഷിക മിച്ചോൽപാദനം,
കച്ചവടത്തിൻ്റെയും നഗരങ്ങളുടെയും വളർച്ചയിലേക്ക് നയിച്ചു. കച്ചവടത്തോടൊപ്പം വ്യത്യസ്ത കരകൗശല വസ്തുക്കളുടെ നിർമ്മാണ കേന്ദ്രങ്ങളുമായിട്ട് എന്താണ് നഗരങ്ങൾ മാറി. ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ സാമ്പത്തിക പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനും ക്രമപ്പെടുത്താനും ചില നിയന്ത്രണങ്ങൾ ആവശ്യമായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഗോത്രങ്ങളെ അടിസ്ഥാനമാക്കിയ ഭരണവ്യവസ്ഥ എന്താണ് അപ്രത്യക്ഷമായത്. ഈ സാഹചര്യത്തിലാണ് ഗോത്രങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള ഭരണവ്യവസ്ഥ അപ്രത്യക്ഷമായത്. അപ്പോൾ എന്താണ് ആദ്യകാലങ്ങളിൽ ഈ ഗോത്ര സമൂഹങ്ങൾ ഒരിടത്ത് സ്ഥിരമായിട്ട് താമസിക്കാൻ തുടങ്ങിയപ്പോൾ, കൃഷിയെ അടിസ്ഥാനപ്പെടുത്തി സ്ഥിരമായിട്ട് താമസിക്കാൻ തുടങ്ങിയപ്പോൾ അവ എന്താണ് ജനപദങ്ങൾ എന്നാണ് അറിയപ്പെട്ടത്. ജനപദങ്ങളിൽ എന്താണ് കൃഷിയാണ് അവരുടെ മെയിൻ ഉപജീവന മാർഗം എന്ന് നമ്മൾ കണ്ടു. കൃഷി ചെയ്തു, ധാരാളം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി, അപ്പം മിച്ച ഉൽപ്പന്നങ്ങൾ വരാൻ തുടങ്ങി, അത് കച്ചവടം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കച്ചവടം വളർന്നു, അങ്ങനെ നഗരങ്ങളും എന്താണ് വളർച്ചയിലേക്ക് പോയി. അങ്ങനെ കച്ചവടത്തോടൊപ്പം എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതാണ്, മിച്ചോൽപാദനം വർദ്ധിച്ചപ്പം ഒരു വിഭാഗം ആൾക്കാർ കൃഷിയിൽ നിന്ന് മാറി കരകൗശലത്തിലേക്ക് തിരിയാൻ തുടങ്ങി, അല്ലെങ്കിൽ മറ്റു തൊഴിലുകൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കരകൗശല വസ്തുക്കളുടെ നിർമ്മാണ കേന്ദ്രങ്ങളൊക്കെ ആയിട്ട് നഗരങ്ങൾ മാറി. ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ സാമ്പത്തിക പ്രവർത്തനങ്ങളെയെല്ലാം ഏകോപിപ്പിക്കാനും ക്രമപ്പെടുത്താനും ഒക്കെ ചില നിയന്ത്രണങ്ങൾ ആവശ്യമായിട്ട് വന്നു. ആ പശ്ചാത്തലത്തിലാണ് ഈ ഗോത്രങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഭരണവ്യവസ്ഥ ഇല്ലാതെയായത്. ഗോത്രങ്ങളെന്ന് പറയുമ്പം അവിടെ ചെറിയ സമൂഹങ്ങൾ മാത്രമായിരുന്നു. അന്ന് അവർക്ക് കാർഷിക വൃത്തി മാത്രമായിരുന്നു ചെയ്യാനുണ്ടായിരുന്നത്. പിന്നീട് അതെന്താ മിച്ചോൽപാദനമായി, കരകൗശല വ്യവസായ കേന്ദ്രങ്ങളായി, ചെറിയ ചെറിയ കരകൗശല കേന്ദ്രങ്ങളായി. അങ്ങനെ ആ നഗരങ്ങൾ വിപുലപ്പെടാൻ തുടങ്ങി. അപ്പോൾ അവയെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഈ ഗോത്രത്തിന് സാധിക്കാതെ വന്നു. അതുകൊണ്ട് തന്നെ ഗോത്ര അടിസ്ഥാനമാക്കിയ ഭരണവ്യവസ്ഥ ഇല്ലാതെയാവുകയാണ് ചെയ്തത്. കൃഷിയോടും മണ്ണിനോടുമുള്ള ഇഴപിരിയാത്ത ബന്ധം ഇക്കാലത്ത് വളർന്നു വന്നു. ഇത് അവരവരുടെ പ്രദേശം എന്ന കാഴ്ചപ്പാട് രൂപപ്പെടുത്തി. സ്വാഭാവികമായിട്ടും ഫലഭൂയിഷ്ടമായ മണ്ണും നല്ല വെള്ളത്തിൻ്റെ സൗകര്യങ്ങളും ഒക്കെ ഉള്ള ഒരു സ്ഥലം, എന്തുകൊണ്ടും സൗകര്യങ്ങളുണ്ട്, അവർക്ക് കൃഷി നന്നായി ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ മറ്റു മൃഗങ്ങളുടെ ആക്രമണങ്ങളില്ല, കന്നുകാലികൾ വളർത്താൻ വേണ്ടി നല്ല മേച്ചിൽപ്പുറങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലത്ത് നിന്നും അവിടെ താമസിക്കുന്ന ഒരു 50 കുടുംബങ്ങളായിട്ടാണെങ്കിൽ 50 കുടുംബങ്ങളുണ്ടെങ്കിൽ അവരവിടെ നിന്ന് മാറാൻ തയ്യാറാവോ? ഇല്ല. അപ്പോൾ അവർക്ക് അവരുടെ പ്രദേശം, ആ പ്രദേശത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുക, ആ പ്രദേശത്തിനൊരു സിസ്റ്റം ഉണ്ടാവുക എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ എന്താണ് ഗ്രാജ്വലി അവരുടെ ഉള്ളിലേക്ക് വളർന്നു വരാൻ തുടങ്ങി. ഇങ്ങനെയാണ് രാഷ്ട്ര രൂപീകരണം യാഥാർത്ഥ്യമായി തീർന്നത്. ബുദ്ധകൃതിയായ അങ്കുത്തരീയകായത്തിൽ ഇത്തരത്തിൽ നിലവിൽ വന്ന 16 രാഷ്ട്രങ്ങളെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അങ്ങനെ മഹാജനപദങ്ങളെന്നാണ് ഈ 16 രാഷ്ട്രങ്ങളെ പറഞ്ഞത്. അപ്പം ചരിത്രകാരന്മാർ ഇത് രണ്ടാം നഗരവൽക്കരണം എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചത്. അപ്പോൾ എങ്ങനെയാണ് ഒരു നഗരങ്ങൾ രൂപപ്പെട്ടതെന്നും പിന്നീട് എന്താണ് മഹാജനപദങ്ങളും നഗരങ്ങളും ഒക്കെ എന്താണ് പിന്നീട് വളർച്ചയിലേക്ക് വന്നതും ആ ഗോത്ര ഭരണവ്യവസ്ഥ അവിടെ മാറ്റപ്പെട്ടതും പിന്നീട് അത് രാഷ്ട്രം എന്ന സങ്കല്പത്തിലേക്ക് വന്നതും എങ്ങനെയാണെന്ന് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. വെറുതെ ഈ കാര്യങ്ങളെയൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു കഥ പോലെ ഇത് ഫോം ചെയ്ത് വന്നോളും. ഇനി നഗരങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനു മുൻപായിട്ട് 16 മഹാജനപദങ്ങൾ, ബുദ്ധകൃതിയിൽ പറയുന്ന 16 മഹാജനപദങ്ങളാണ് ഈ ചിത്രത്തിൽ കാണുന്നത്, ഈ മാപ്പിൽ കാണുന്നത്. വജ്ജി, അങ്കം, കാശി, മല്ല, മഗധ, വത്സ, ചേതി, അശ്മകം, അവന്തി, മത്സ്യ, ശൂരസേന, കോസലം, പാഞ്ചാലം, കുരു, ഗാന്ധാരം, കമ്പോജം. ഇങ്ങനെ 16 മഹാജനപദങ്ങളാണ്. ഈ 16 മഹാജനപദങ്ങളുടെ പേരറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. UPSC പോലുള്ള പരീക്ഷകളിൽ ഈ 16 മഹാജനപദങ്ങളുടെയും പേര് നമുക്ക് പഠിക്കേണ്ട സാഹചര്യം വരുന്നുണ്ട് നമ്മൾ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത്. അപ്പോൾ ഈ 16 മഹാജനപദങ്ങളും ഏതൊക്കെയാണെന്നും അവയുടെ പേരും ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. ഇനി നഗരങ്ങൾ എന്താണെന്ന് നോക്കിയാൽ, ദീർഘനാളത്തെ യാത്ര കഴിഞ്ഞ് ബുദ്ധനും ശിഷ്യനായ ആനന്ദനും കുഷി നഗരത്തിലെത്തിച്ചേർന്നു. നിരവധി കാര്യങ്ങൾ സംസാരിച്ച കൂട്ടത്തിൽ ബുദ്ധൻ്റെ നിർവ്വാണവും കടന്നു വന്നു. കാട്ടിനുള്ളിലെ മൺകുടിലുകൾ മാത്രമുള്ള കുഷി നഗരത്തിൽ വെച്ച് മരണത്തെ വരിക്കരുതെന്നും ചമ്പ, രാജഗൃഹ, ശ്രാവസ്തി, സാകേത, കൗസാംബി, വാരണാസി തുടങ്ങിയ വലിയ നഗരങ്ങളായിരിക്കണം അന്ത്യശാസനത്തിനായി തിരഞ്ഞെടുക്കേണ്ടതെന്നും ആനന്ദൻ അഭിപ്രായപ്പെട്ടു.
നമ്മൾ മെയിനായിട്ടും പഠിക്കേണ്ടത് ഈ 16 മഹാജനപദങ്ങൾ പഠിക്കാൻ കഴിഞ്ഞാൽ അത് അത്രയും നല്ലതാണെന്നേ എനിക്ക് പറയാനുള്ളൂ. എന്താണ്? കമ്പോജം, ഗാന്ധാരം, കുരു, ശൂരസേന, മത്സ്യ, അവന്തി, വത്സ, ചേതി, അശ്മകം, മഗധ, കാശി, അംഗം, വജ്ജി, മല്ല, കോസലം, പാഞ്ചാലം. ഈ പേരുകളൊന്ന് 2-3 പ്രാവശ്യം കേൾക്കുമ്പോൾ എന്താണ്, കാണാപ്പാഠം പഠിക്കേണ്ട, നിങ്ങളുടെ മനസ്സിലേക്ക് ഈ പേരുകൾ വന്നോളൂ. അപ്പം 16 മഹാജനപദങ്ങളിൽ പെട്ടതാണ് ഇവ, ഏതൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. മഹാജനപദങ്ങളിലെ ഭരണ സംവിധാനം നോക്കുകയാണെങ്കിൽ കാര്യക്ഷമമായ നികുതി പിരിവ് സമ്പ്രദായവും സ്ഥിര സൈന്യവും എന്ത് ചെയ്തു, നിലവിൽ വന്നു എന്ന് പറയുന്നുണ്ട്. മഹാജനപദങ്ങളിലെ ഭരണ സംവിധാനം നോക്കുകയാണെങ്കിൽ ആ കാലത്തുള്ള കൃതികളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതാണ്. അവിടെ എന്താണ്, കാര്യക്ഷമമായ നികുതി പിരിവ് സമ്പ്രദായവും സ്ഥിര സൈന്യവും നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു. പാലി ഭാഷയിൽ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ കാണുന്ന ബലി എന്ന പദം നികുതിയെയാണ് അർത്ഥമാക്കുന്നത്. എന്താണ്? പാലി ഭാഷയിൽ രചിക്കപ്പെട്ട കൃതികളിൽ ബലി എന്ന് പറയുന്ന പദം എന്താണ്, നികുതിയെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ ഭാഗ എന്നത് മറ്റൊരു തരം നികുതിയായിരുന്നു. ഭാഗ എന്താണ്? മറ്റൊരു തരം നികുതിയായിരുന്നു. അതും മറ്റൊരു നികുതിയാണ്. ബലി എന്ന് പറയുന്നത് ഒരു നികുതിയാണ്. ധാന്യങ്ങൾ, കന്നുകാലികൾ എന്നിവയായിരുന്നു മുഖ്യമായും നികുതിയായി നൽകിയിരുന്നത്. വനങ്ങളിൽ താമസിച്ചിരുന്നവർ വനവിഭവങ്ങൾ നികുതിയായി നൽകിയപ്പോൾ കരകൗശല തൊഴിലാളികൾ നിശ്ചിത ദിവസം രാജാവിനായിട്ട് എന്ത് ചെയ്തു, ജോലി ചെയ്തു. അപ്പോൾ മഹാജനപദങ്ങളിലെ ഭരണ സംവിധാനം നോക്കുകയാണെങ്കിൽ അവിടെ നികുതി പിരിവ് സമ്പ്രദായവും സ്ഥിര സൈന്യവും നിലവിൽ വന്നു. പാലി ഭാഷയിൽ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ബലി എന്ന് പറയുന്നത് ഒരു തരം നികുതിയാണ്. അതുപോലെ തന്നെ എന്താണ്, ഭാഗ എന്നത് മറ്റൊരു തരം നികുതിയാണ്. കന്നുകാലികൾ, ധാന്യങ്ങൾ എന്നിവയൊക്കെയായിരുന്നു മുഖ്യമായിട്ടും കർഷകരൊക്കെ നികുതിയായിട്ട് നൽകിയിട്ടുള്ളത്. വനങ്ങളിൽ താമസിക്കുന്നവരാണെങ്കിൽ അവർ വനവിഭവങ്ങളാണ് നികുതിയായിട്ട് നൽകിയത്. അതുപോലെ കരകൗശല തൊഴിലാളികളെ നികുതിയായിട്ട് ഒരു നിശ്ചിത ദിവസം അവർ രാജാവിന് വേണ്ടിയിട്ട് പണി ചെയ്യും. അതാണ് അവർ നികുതിയായിട്ട് ചെയ്തിരുന്നത്. ഭരണനിർവഹണത്തിനായി ധാരാളം ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. ശതപത്ര ബ്രാഹ്മണ എന്ന കൃതിയിൽ രാജാവിനെ സഹായിച്ചിരുന്ന സേനാനി, പുരോഹിതൻ, ഗ്രാമണി എന്നിവരെ പറ്റി പരാമർശിക്കുന്നുണ്ട്. എന്താണ്, അക്കാലത്തെ ഒരു കൃതിയായിട്ടുള്ള ശതപത്ര ബ്രാഹ്മണനിൽ എന്താണ്, രാജാവിനെ സഹായിക്കുന്ന ഉദ്യോഗസ്ഥരായിട്ടുള്ള സേനാനി, പുരോഹിതൻ, ഗ്രാമണി എന്നിവരെ പറ്റി പരാമർശിക്കുന്നുണ്ട്. മഗധയുടെ വളർച്ച നോക്കാം. 16 മഹാജനപദങ്ങളിൽ തമ്മിൽ അധികാരത്തിനു വേണ്ടി നിരന്തരം യുദ്ധങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിൽ അന്തിമമായി വിജയിച്ചത് മഗധയാണ്. അതുകൊണ്ടാണ് നമ്മൾ മഗധയെ പറ്റി പറയുന്നത്. നല്ല മഴ ലഭിക്കുന്ന ഉൽപാദനക്ഷമതയുള്ള പ്രദേശമായിരുന്നു മഗധ. കൂടാതെ ധാരാളം ഇരുമ്പയിര് നിക്ഷേപം ഉണ്ടായിരുന്നു. അതിനാൽ ഉപകരണങ്ങൾക്കും ആയുധങ്ങൾക്കും ആവശ്യമായ ഇരുമ്പ് അവിടെ തന്നെ ലഭ്യമായി. അക്കാലത്ത് യുദ്ധങ്ങളിൽ ആനകൾ പ്രധാന ഘടകമായിരുന്നു. മഗധയിലെ വനങ്ങളിൽ ആനകൾ യഥേഷ്ടമുണ്ടായിരുന്നു. ഇത് മഗധയുടെ യുദ്ധവിജയം ഉറപ്പാക്കി. ഗംഗയും അതിൻ്റെ പോഷക നദികളും ചരക്ക് ഗതാഗത സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്തു. ബിംബിസാരൻ, അജാതശത്രു തുടങ്ങിയ കഴിവുറ്റ ഭരണാധികാരികളും മഗധയിലുണ്ടായിരുന്നു. അപ്പം എന്താണ്, 16 മഹാജനപദങ്ങളെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു. ഈ 16 മഹാജനപദങ്ങൾ തമ്മിൽ പരസ്പരം അധികാരത്തിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ രാജ്യവിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മത്സരങ്ങളും പോരാട്ടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇതിലെല്ലാം അന്തിമമായിട്ട് വിജയിച്ചിരുന്നത് മഗധയായിരുന്നു. മഗധയെ ഇങ്ങനെ വിജയത്തിലേക്ക് എത്തിക്കുന്നതും മഗധയുടെ ആ വളർച്ചയ്ക്കും പിന്നിൽ കുറേ ഘടകങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ നല്ല മഴ ലഭിക്കുന്ന ഉൽപാദനക്ഷമതയുള്ള പ്രദേശമായിരുന്നു മഗധ. അതുതന്നെയല്ലേ മഗധയുടെ ഏറ്റവും വലിയ വിജയം. നന്നായിട്ട് ആവശ്യത്തിന് മഴ ലഭിക്കുന്നുണ്ട്, നല്ല ഉൽപാദനക്ഷമതയുള്ള മണ്ണുണ്ട്, അപ്പം നല്ല രീതിയിൽ കാർഷിക പുരോഗതിയുണ്ട്. അക്കാലത്ത് കൃഷിക്കല്ലേ കൂടുതൽ പ്രാധാന്യം. അപ്പം കാർഷിക പുരോഗതി നല്ല രീതിയിലുള്ള ഒരു പ്രദേശമായിരുന്നു മഗധ. അതുകൂടാതെ ധാരാളം ഇരുമ്പയിരിൻ്റെ നിക്ഷേപമുണ്ട്. സ്വാഭാവികമായിട്ടും ഉപകരണങ്ങളും ആയുധങ്ങളും നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഇരുമ്പിനായിട്ട് മറ്റൊരു പ്രദേശത്തെ ആശ്രയിക്കേണ്ട അവസ്ഥ മഗധയ്ക്കില്ല. അപ്പം അതുകൊണ്ടും എന്താണ്, മഗധ മുന്നോട്ട് വരുന്നതിന് രണ്ടാമത്തെ ഘടകവും നല്ലതായിട്ട് സഹായിക്കുന്നുണ്ട്.
പിന്നെ അക്കാലത്ത് യുദ്ധങ്ങളിൽ ആനകളായിരുന്നു ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴെങ്കിലും ചില എപ്പിക് മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ആനപ്പുറത്തിരുന്ന് യുദ്ധം ചെയ്യുന്നതും അങ്ങനെയൊക്കെ. അപ്പം ഈ ആനകളായിരുന്നു യുദ്ധത്തിലെ പ്രധാനപ്പെട്ട ഘടകം. അപ്പം മഗധയിലെ വനങ്ങളിൽ ധാരാളം ആനയും ലഭ്യമായിരുന്നു. പിന്നെ ഗംഗയും അതിൻ്റെ പോഷക നദികളും ചരക്ക് ഗതാഗത സൗകര്യങ്ങൾ ഉറപ്പുവരുത്തി കൊടുക്കുകയും ചെയ്തു മഗധയ്ക്ക്. ബിംബിസാരൻ, അജാതശത്രു തുടങ്ങിയ കഴിവുറ്റ ഭരണാധികാരികളും മഗധയിലുണ്ടായിരുന്നു. ഇതൊക്കെയാണ് അൾട്ടിമേറ്റ്ലി മഗധയെ വിജയത്തിലേക്ക് എത്തിച്ച ഘടകങ്ങളെന്ന് പറയാം. മഗധയിലെ രാജവംശങ്ങളും അതിലെ പ്രധാന രാജാക്കന്മാരുമാണ്. ഹര്യങ്ക രാജവംശത്തിലാണ് ബിംബിസാരനും അജാതശത്രുവും. ശിശുനാഗ രാജവംശത്തിലാണ് ശിശുനാഗൻ. നന്ദ രാജവംശത്തിലാണ് മഹാപത്മാനന്ദൻ ഉണ്ടായിരുന്നത്. ഇത് മഗധയിലെ രാജവംശങ്ങളും പ്രധാനപ്പെട്ട രാജാക്കന്മാരെ പറ്റിയുമാണ് പറഞ്ഞത്. മഗധയിൽ നിന്ന് മൗര്യ രാജ്യത്തിലേക്ക്. മഗധയിലെ വിവിധ രാജവംശങ്ങൾ ഭരണം നടത്തിയെന്ന് നമ്മൾ പറഞ്ഞു. അവയിൽ നന്ദവംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്ന ധനനന്ദനെ പരാജയപ്പെടുത്തി BCE 321 ചന്ദ്രഗുപ്ത മൗര്യൻ മൗര്യരാജ്യം സ്ഥാപിച്ചു. അപ്പം മഗധയിലെ വിവിധ രാജവംശങ്ങളിൽ നന്ദവംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായിട്ടുള്ള ധനനന്ദനെ പരാജയപ്പെടുത്തി BCE 321 ചന്ദ്രഗുപ്ത മൗര്യൻ മൗര്യരാജ്യം സ്ഥാപിക്കുകയുണ്ടായി. മൗര്യരാജ്യത്തിൻ്റെ തലസ്ഥാനമായ പാടലീപുത്രം, ഇന്നത്തെ പാട്നയാണ്, മൗര്യരാജ്യത്തിൻ്റെ തലസ്ഥാനം എവിടെയാണ്? പാടലീപുത്രമാണ്. അതും ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ചെറുതായിട്ട് ഈ ഒരു ബോക്സിൽ കൊടുത്തിട്ടുള്ള അർത്ഥശാസ്ത്രവും സപ്താംഗ സിദ്ധാന്തവും, സപ്താംഗ തിയറി, അതും അർത്ഥശാസ്ത്രവും എന്താണെന്ന് നോക്കാം. മൗര്യരാജ്യത്തെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്ന പ്രധാന ചരിത്രരേഖ കൂടിയാണ് കൗടില്യൻ രചിച്ച അർത്ഥശാസ്ത്രം. കൗടില്യനാണ് അർത്ഥശാസ്ത്രം രചിച്ചത്. ആരാണ് അർത്ഥശാസ്ത്രം രചിച്ചത്? കൗടില്യനാണ്. പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണത്. ബേസിക് ആയിട്ടുള്ള ഒരു അറിവാണത്. മൈസൂരിലെ പുരാവസ്തു ഗ്രന്ഥശാല വിഭാഗത്തിൻ്റെ തലവനായിരുന്ന R. ശ്യാമശാസ്ത്രിക്ക് തഞ്ചാവൂരിലെ ഒരു പണ്ഡിതനിൽ നിന്നാണ് അർത്ഥശാസ്ത്രത്തിൻ്റെ കയ്യെഴുത്തു പ്രതി ലഭിച്ചത്. അത് നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. 1907 ശ്യാമശാസ്ത്രി ഇത് പ്രസിദ്ധീകരിച്ചു. 15 അധ്യായങ്ങളാണ് ഈ കൃതിക്കുള്ളത്. 7 ഘടകങ്ങളിൽ അഥവാ സപ്താംഗങ്ങളിലൂന്നിയാണ് ഒരു രാജ്യം നിലനിൽക്കുന്നതെന്നാണ് അർത്ഥശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്നത്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക, ഇത്രയേ ഉള്ളൂ. മൈസൂരിലെ പുരാവസ്തു ഗ്രന്ഥശാല വിഭാഗത്തിൻ്റെ തലവനായിരുന്ന R. ശ്യാമശാസ്ത്രിക്ക് തഞ്ചാവൂരിലെ ഒരു പണ്ഡിതനിൽ നിന്ന് അർത്ഥശാസ്ത്രത്തിൻ്റെ കയ്യെഴുത്തു പ്രതി ലഭിച്ചു. അങ്ങനെ 1907 ശ്യാമശാസ്ത്രിയാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. അതിൽ പറയുന്നത് ഒരു രാജ്യം നിലനിൽക്കുന്നത് സപ്താംഗങ്ങളിലൂന്നിയാണ്. 7 ഘടകങ്ങൾ, 7ആണല്ലോ സപ്തം. അപ്പം 7 ഘടകങ്ങളായ സപ്താംഗങ്ങളിലൂന്നിയാണ് ഒരു രാജ്യം നിലനിൽക്കുന്നതെന്നാണ് ചാണക്യൻ തൻ്റെ അർത്ഥശാസ്ത്രത്തിൽ പറയുന്നത്. കൗടില്യൻ, ചാണക്യൻ, വിഷ്ണുഗുപ്തൻ, ഇങ്ങനെയുള്ള പേരുകളൊക്കെ കൗടില്യൻ്റെ പേരുകളാണ്. അപ്പം കൗടില്യൻ്റെ അർത്ഥശാസ്ത്രം, അതിൽ പറയുന്ന ആ സപ്താംഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് സ്വാമി. സ്വാമി എന്ന് വെച്ചാൽ രാജാവ്. അമാത്യൻ, അത് മന്ത്രിമാർ. ജനപദം, ഭൂമേഖലയും ജനങ്ങളും. ദുർഗം കോട്ട കെട്ടി സംരക്ഷിച്ച സ്ഥലമാണ് ദുർഗം. കോശം ഖജനാവ്. ദണ്ഡ, നീതിന്യായം, മിത്രം, സൗഹൃദ രാജ്യങ്ങൾ. ഈ 7 ഘടകങ്ങളിലൂന്നിയാണ് ഒരു രാഷ്ട്രം നിലനിൽക്കുന്നതെന്നാണ് ആര് പറയുന്നത്? കൗടില്യൻ തൻ്റെ അർത്ഥശാസ്ത്രത്തിൽ പറയുന്നത്. മൗര്യരാജ്യത്തിലെ ഏറ്റവും പ്രധാന ഭരണാധികാരി അശോക ചക്രവർത്തിയായിരുന്നു. അദ്ദേഹം കലിംഗ, അത് ഇന്നത്തെ ഒഡീഷയാണ്, ആക്രമിച്ച് കീഴടക്കിയതോടെ മൗര്യരാജ്യം വിശാലമായി. കലിംഗ യുദ്ധാനന്തരം അശോക ചക്രവർത്തി യുദ്ധങ്ങൾ ഉപേക്ഷിച്ചതായിട്ട് ലിഖിതങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു ലിഖിതമാണിത്. അത് നമുക്ക് അങ്ങനെ ലിഖിതങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി മൗര്യ ഭരണത്തിലേക്ക് നോക്കുകയാണെങ്കിൽ മൗര്യരാജ്യം വിശാലമായിരുന്നുവെന്ന് നമ്മൾ പറഞ്ഞു. ഭരണ സൗകര്യത്തിനായിട്ട് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളായിട്ട് വിഭജിച്ചു.
ഇത്തരത്തിൽ സംസ്ഥാനങ്ങളായിട്ടുള്ള ആ ഒരു വിഭജനമില്ലേ, അങ്ങനെ മൗര്യ രാജ്യത്തെ വിഭജിച്ചിട്ടുള്ള ആ സംസ്ഥാനങ്ങളെ നമ്മൾ പ്രവിശ്യകളായിട്ട് വിഭജിച്ചു എന്നാണ് പറയുന്നത്. ഇത്തരം പ്രവിശ്യകളിൽ ഗവർണർമാരുടെ നിയന്ത്രണത്തിന് കീഴിലായിരുന്നു. തലസ്ഥാനമായ പാടലീപുത്രം ചക്രവർത്തിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുമായിരുന്നു. അപ്പം ഭരണ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ രാഷ്ട്രത്തേക്ക് സംസ്ഥാനങ്ങളായിട്ട് വിഭജിക്കുന്നത് പോലെ എന്താണ് മൗര്യ രാജവംശവും എന്താണ് പ്രവിശ്യകളായിട്ട്, സംസ്ഥാനങ്ങൾ പോലെ പ്രവിശ്യകളായിട്ട് എന്ത് ചെയ്തു, വിഭജിച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രവിശ്യകളിലൊക്കെ ഗവർണർമാരുടെ നിയന്ത്രണത്തിന് കീഴിലായിരുന്നെങ്കിൽ മൗര്യ രാജവംശത്തിൻ്റെ തലസ്ഥാനമായ പാടലീപുത്രം അതെന്താണ് ചക്രവർത്തി നേരിട്ട് ഭരിക്കുകയാണ് ഉണ്ടായത്. നോക്കൂ, ഈ ചിത്രത്തിൽ എന്താണ് രാജ്യ തലസ്ഥാനമായിട്ടുള്ള പാടലീപുത്രത്തെ ഇവിടെ നമുക്ക് കാണാം. പിന്നെ മറ്റ് പ്രവിശ്യാ തലസ്ഥാനങ്ങളാണ് സുവർണഗിരി, തൊശാലി, ഉജ്ജയിനി, തക്ഷശില. ഇതൊക്കെ എന്താണ് പ്രവിശ്യാ തലസ്ഥാനങ്ങളാണ്. ഇനി അശോക ലിഖിതങ്ങളൊന്ന് നോക്കിയാൽ അശോക ചക്രവർത്തിയുടേതായ ധാരാളം ശിലാലിഖിതങ്ങൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ബ്രാഹ്മി, ഖരോഷ്ടി, അരാമിക് ലിപികളിലാണ് ഇവ രചിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? ബ്രാഹ്മി, ഖരോഷ്ടി, അരാമിക് ലിപികളിലാണ് ഇവ രചിച്ചിട്ടുള്ളത്. അശോക ലിഖിതങ്ങൾ ആദ്യമായിട്ട് വായിച്ചത് 1838 ബ്രിട്ടീഷുകാരനായിട്ടുള്ള ജെയിംസ് പ്രിൻസെപ്പ് ആണ്. ഭൂരിഭാഗം ലിഖിതങ്ങളും ദേവാനാം പിയ, ദേവന്മാർക്ക് പ്രിയപ്പെട്ടവൻ എന്നാണ് രാജാവിനെ പരാമർശിച്ചത്. എന്നാൽ എന്താണ് കർണാടകയിലെ മാസ്കി, ഉദയകുളം, നിട്ടൂർ എന്നിവിടങ്ങളിൽ ലിഖിതങ്ങളിൽ അശോക എന്ന പേരും കാണാൻ കഴിയും. അതുപോലെ ആധുനിക ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഭൂരിഭാഗം ലിഖിത ഭാഷകളും ബ്രാഹ്മി ലിപിയിൽ നിന്നും രൂപപ്പെട്ടതാണ്. അതിൻ്റെ ഒരു ചിത്രത്തിൽ നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. മൗര്യന്മാരുടെ സൈന്യത്തിൽ 5 വിഭാഗങ്ങളുണ്ടായിരുന്നു. എന്തൊക്കെയാണെന്നറിയാമോ അത്? കാലാൾപ്പട, കുതിരപ്പട, തേര്, ഗജസേന, നാവികസേന എന്നിവയായിരുന്നു. അവയുടെ സൈന്യത്തിൻ്റെ ചുമതല എന്ന് പറയുന്നത് 30 അംഗങ്ങളുള്ള സമിതിയാണ് നിർവഹിച്ചിട്ടുള്ളത്. നമ്മൾ മൗര്യഭരണമാണ് പറഞ്ഞത്. മൗര്യന്മാരുടെ സൈന്യത്തിന് 5 വിഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്. പട, കുതിരപ്പട, തേര്, ഗജസേന, നാവികസേന. ഇത് 30 അംഗങ്ങളുടെ സമിതിയാണെന്ത് ഈ ഭരണങ്ങൾ നിർവഹിച്ചിരുന്നത്. ചുമതലയുള്ളത് 30 അംഗങ്ങളുള്ള ഒരു സമിതിക്കായിരുന്നു. തൻ്റെ പ്രജകൾക്കിടയിൽ സഹവർത്തിത്വവും സമാധാനവും നിലനിർത്താൻ അശോക ചക്രവർത്തി പ്രചരിപ്പിച്ച ആശയങ്ങളാണ് അശോകധമ്മ. ധമ്മ എന്ന് വെച്ചാൽ ധർമ്മ എന്നാണ് എന്നറിയപ്പെട്ടത്. അശോകൻ്റെ ശാസനങ്ങളിൽ നിന്നാണ് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നത്. അശോകധമ്മയിലെ പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, മറ്റു മതവിശ്വാസികളോട് സഹിഷ്ണുത കാണിക്കുക, മുതിർന്നവരെയും ഗുരുക്കന്മാരെയും ബഹുമാനിക്കുക, അടിമകളോടും രോഗികളോടും ദയ കാണിക്കുക. ഇതൊക്കെയാണ് എന്ത് അശോകധമ്മയിൽ പറയുന്ന അശോകൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ. ഇനി നമുക്ക് കച്ചവടത്തിൻ്റെ വളർച്ച നോക്കാം. ഇന്ത്യയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ആദ്യകാല നാണയങ്ങളാണ് ഈ ചിത്രത്തിലൊക്കെ കാണുന്നത്. ഇവ മുദ്രാങ്കിത നാണയങ്ങളെന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് മുദ്രാങ്കിത നാണയങ്ങളെന്നാണ് അറിയപ്പെടുന്നത്. വെള്ളിയിലും ചെമ്പിലുമാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. കച്ചവടത്തിനായിട്ട് നാണയങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നതിൻ്റെ തെളിവാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. കര വഴിയും കടൽ വഴിയും നദികൾ വഴിയും സാധനങ്ങൾ കൊണ്ടുപോയിരുന്നു. ധാന്യങ്ങൾ, തുണിത്തരങ്ങൾ, ലോഹങ്ങൾ തുടങ്ങിയവയായിരുന്നു പ്രധാനപ്പെട്ട കച്ചവട വസ്തുക്കൾ. എന്താണ് അക്കാലത്തെ കൃതികളിൽ പറയുന്ന സേത്ത്, സാത്താവാഹകർ എന്നൊക്കെ പറയുന്നത് കച്ചവടക്കാരെ സൂചിപ്പിക്കുന്ന പദങ്ങളായിരുന്നു. അപ്പോൾ എന്താണ് കച്ചവടത്തിൻ്റെ വളർച്ച നോക്കിയാൽ ആ കാലങ്ങളിൽ വെള്ളിയിലും ചെമ്പിലും നിർമ്മിച്ചിട്ടുള്ള നാണയങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നെന്നും ആ നാണയങ്ങൾ കച്ചവടത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരുന്നതെന്നും ആദ്യകാല നാണയങ്ങളെ മുദ്രാങ്കിത നാണയങ്ങളെന്നാണ് അറിയപ്പെട്ടിരുന്നതെന്നും നമുക്ക് മനസ്സിലായി. കരവഴിയും കടൽ വഴിയും നദി വഴിയും ഒക്കെ സാധനങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ധാന്യങ്ങളും തുണിത്തരങ്ങളും ലോഹങ്ങളും ഒക്കെ ആയിരുന്നു പ്രധാനപ്പെട്ട കച്ചവട സാധനങ്ങളെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി രാഷ്ട്ര രൂപീകരണം ഗ്രീസിലാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്.
ഈ മാപ്പിൽ ഗ്രീസിൻ്റെ സ്ഥാനം ദേ ഇവിടെ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഗ്രീസിൽ പൊതുസുരക്ഷയ്ക്കും ഭരണത്തിനുമായിട്ട് ഗ്രാമങ്ങൾ എന്താണ് ഒന്നിച്ചു നിന്നു. അവ നഗര രാഷ്ട്രങ്ങളെന്നറിയപ്പെട്ടു. നമ്മൾ നഗര രാഷ്ട്രങ്ങളുടെ അല്ലെങ്കിൽ രാഷ്ട്രങ്ങളുടെ ഉത്ഭവത്തിൽ നമ്മൾ ഗ്രീസിനെ പറ്റിയിട്ട് പറയുന്നത് എപ്പോഴും എടുത്തു പറയുന്ന ഒരു സ്ഥലമാണ് ഗ്രീസ്. ഒരു നഗരവും ചുറ്റുമുള്ള കാർഷിക ഗ്രാമങ്ങളും ഉൾപ്പെട്ടതായിരുന്നു ഒരു നഗര രാഷ്ട്രം. അപ്പോൾ എന്താണ്, ഗ്രീസിൻ്റെ പൊതുസുരക്ഷയ്ക്ക് വേണ്ടിയിട്ടും ഭരണത്തിനുമായിട്ട് ഗ്രാമങ്ങൾ ഒന്നിച്ചു നിന്നു. അവയെ നഗര രാഷ്ട്രങ്ങൾ, അങ്ങനെ ഗ്രാമങ്ങൾ ഒന്നിച്ചു നിന്ന് അവയെ നമ്മൾ നഗര രാഷ്ട്രങ്ങൾ എന്നാണ് പറയുന്നത്. ഒരു നഗരവും ചുറ്റുമുള്ള കാർഷിക ഗ്രാമങ്ങളും ഉൾപ്പെടുന്നതായിരുന്നു എന്ത്, ഒരു നഗര രാഷ്ട്രം. കുന്നുകളും പർവ്വതങ്ങളും ഈ നഗരരാഷ്ട്രങ്ങൾക്ക് പ്രകൃതിദത്തമായ അതിർത്തികൾ നൽകി. ചില നഗരരാഷ്ട്രങ്ങൾ ദ്വീപുകളായിരുന്നു. ഉയർന്ന കുന്നുകൾക്കു മീതെയായിരുന്നു നഗരരാഷ്ട്രങ്ങളുടെ തലസ്ഥാനം. ഏതൻസ്, സ്പാർട്ട, കൊറിന്ത്, തീബ്സ് എന്നിവയായിരുന്നു ഗ്രീസിലെ പ്രധാനപ്പെട്ട നഗരരാഷ്ട്രങ്ങൾ. ഇനി ജനാധിപത്യത്തിൻ്റെ വഴിയിലെ ഏതൻസ്. 2500 വർഷങ്ങൾക്ക് മുമ്പ് ഗ്രീസിലെ ഏതൻസിൽ നിലനിന്നിരുന്ന ഭരണ സമ്പ്രദായം ആധുനിക ജനാധിപത്യത്തോട് സാമ്യമുള്ളതായിരുന്നു. ഇത് മറ്റ് നഗരരാഷ്ട്രങ്ങളിലെ ഭരണരീതിയിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. അടിമകളല്ലാത്ത 30 വയസ്സുള്ള എല്ലാ പുരുഷന്മാരെയും പൗരന്മാരായി കണക്കാക്കിയിരുന്നു. എവിടെ? ഏതൻസിൽ. അപ്പോൾ ഇതെന്താണ്, 2500 വർഷങ്ങൾക്ക് മുമ്പ് ഗ്രീസിലെ ഏതൻസിൽ നിലനിന്നിരുന്ന ഭരണ സമ്പ്രദായം ആധുനിക ജനാധിപത്യത്തോട് സാമ്യമുള്ളതായിരുന്നെന്നും അടിമകളല്ലാത്ത 30 വയസ്സുള്ള എല്ലാ പുരുഷന്മാരെ പൗരന്മാരായിട്ട് അവിടെ കണക്കാക്കിയിരുന്നു. അങ്ങനെ ഈ പൗരന്മാരുൾപ്പെട്ട ഒരു സമിതിയാണ് അവിടുത്തെ പ്രധാന കാര്യങ്ങളിൽ തീരുമാനം കൈക്കൊണ്ടിരുന്നത്. ഇതിനായിട്ട് വർഷത്തിൽ 4 തവണ ഇവർ യോഗം ചേർന്നിരുന്നു. സ്ത്രീകളും കരകൗശല തൊഴിലാളികൾ, കച്ചവടക്കാരായി പ്രവർത്തിച്ചിരുന്ന വിദേശികൾ തുടങ്ങിയവരെ പൗരന്മാരായിട്ട് അവിടെ കണക്കാക്കിയിരുന്നില്ല. അതുപോലെ മധ്യധരണ്യാഴി പ്രദേശത്തെ കച്ചവടത്തിൻ്റെ പ്രധാന കേന്ദ്രമെന്ന നിലയിൽ ഏതൻസ് സമ്പന്നമായിട്ടുള്ളൊരു നഗരരാഷ്ട്രമായിരുന്നു. കപ്പൽ നിർമ്മാണത്തിലും കടൽ യാത്രയിലും വൈദഗ്ധ്യമുള്ള നിരവധി ഏതൻസിലുണ്ടായിരുന്നു. സമീപ പ്രദേശങ്ങളിൽ നിരന്തരം സഞ്ചരിച്ച ഇവർ പുത്തൻ ആശയങ്ങളും നൈപുണ്യങ്ങളും സ്വീകരിക്കുകയും മറ്റു പ്രദേശങ്ങളിൽ നിന്നും നിരവധി ചിന്തകർ ഏതൻസിലേക്ക് വരികയും സോഫിസ്റ്റുകൾ എന്നാണ് ഇങ്ങനെ വന്ന ചിന്തകരെ അറിയപ്പെട്ടത് കേട്ടോ. ഇത്തരത്തിൽ ഏതൻസിൽ എത്തിച്ചേർന്ന ചിന്തകരിൽ ഒരാളാണ് ചരിത്രത്തിൻ്റെ പിതാവായി കണക്കാക്കപ്പെടുന്ന ഹെറോഡോട്ടസ്. ചരിത്രത്തിൻ്റെ പിതാവായി കണക്കാക്കുന്ന ഹെറോഡോട്ടസ് എങ്ങനെയാണ് ഇത്തരത്തിൽ ഏതൻസിലേക്ക് വന്ന സോഫിസ്റ്റുകളുടെ കൂട്ടത്തിൽ അറിയപ്പെടുന്ന വിഭാഗത്തിൽപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഏതൻസിലേക്ക് വന്ന ചിന്തകരിൽ ഒരാളായിരുന്നു ഹെറോഡോട്ടസ് എന്ന് പറയുന്നത്. അങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പോയിന്റുകളെന്ന് നമുക്ക് തോന്നുന്ന എന്നാൽ ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളും അതുപോലെ 16 മഹാജനപദങ്ങൾ പോലെ ഇമ്പോർട്ടൻ്റ് ആയ കുറേ കാര്യങ്ങളും ജൈനമതവും ബുദ്ധമതവും ഒക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പറഞ്ഞത്. മഗധ, മൗര്യ ഭരണത്തെ പറ്റിയിട്ട്. അവസാനം അത് ഗ്രീസിലെ നഗരരാഷ്ട്രങ്ങളിലേക്ക് എത്തിച്ചേർന്നു. നമ്മൾ ഇന്ന് കാണുന്ന ഈ ഒരു ആധുനിക ജനാധിപത്യത്തിൻ്റെ ഒരു റൂട്ടെന്നൊക്കെ പറയുന്നത് ഗ്രീസിലെ ഏതൻസ് ആണെന്നൊക്കെ പറയുമ്പം അത്രയും വർഷങ്ങൾക്ക് മുമ്പുള്ള ആ സിസ്റ്റത്തെയൊക്കെ നമ്മൾ നല്ല രീതിയിൽ പഠിച്ചു വെക്കുന്നത് നമുക്ക് വരും പരീക്ഷകളിൽ ഉപയോഗിക്കാവുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ഇൻഫർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.